Hi friends, വരാനിരിക്കുന്ന ട്രേസർ ഓവർസിയർ AE ഗ്രേഡ് എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള സബ്ജക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക് ആണ് കോണ്ടൂർ. കോണ്ടൂറിനകത്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്ലസ് അതിന്റെ തിയറി പോർഷൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. സോ ഇന്നത്തെ കോണ്ടൂറിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം ഫസ്റ്റ് കോണ്ടൂറിന്റെ ഡെഫിനിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കോണ്ടൂർ? കോണ്ടൂർ എന്ന് പറയുന്ന ഗ്രൗണ്ടിലെ പോയിന്റുകളുടെ ഈക്വൽ എലിവേഷനുകൾ ചേർത്ത് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ. കോണ്ടൂർ എന്താണ്? ഗ്രൗണ്ടിലുള്ള പോയിന്റ്സ് അതിന് ഈക്വൽ ആയിട്ടുള്ള എലിവേഷൻ ആണെങ്കിൽ അതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ. അതൊരു ഡെഫിനിഷൻ ആണ്. ഇത് ഇതേപടി തന്നിരിക്കുന്ന ഡെഫിനിഷൻ ഇതേപടി ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുണ്ട്. സോ ദ ഇമാജിനറി ലൈൻ ഓൺ ദ ഗ്രൗണ്ട് ജോയിൻ ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ ദാറ്റ് ഈസ് കോൾഡ് കോണ്ടൂർ. ഇപ്പൊ കോണ്ടൂറിന്റെ റെപ്രസെന്റേഷൻസ് ഇങ്ങനെ നമുക്ക് അറിഞ്ഞിരിക്കണം. കോണ്ടൂർ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? സാധാരണ നമ്മുടെ ഏതെങ്കിലും കൺസ്ട്രക്ഷൻസ്, ഇപ്പൊ ബിൽഡിംഗ് സൈറ്റ്സ് ആവാം, അല്ലെങ്കിൽ റിസർവോയേഴ്സ് ആവാം, ടൗൺ പ്ലാനിങ്സ് ആവാം, അതിനൊക്കെ ഈ പറയുന്ന കോണ്ടൂറിന്റെ മാപ്പിംഗ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയുള്ള ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ലൈക്ക് മൗണ്ടെയിൻസ്, ടെറൈൻസ്, ഹില്ല്, റിവർ, ലേക്ക്, വാലീസ് എന്തൊക്കെ ഉണ്ട് എന്നുള്ള റെപ്രസെന്റേഷൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അതിനാണ് ഈ കോണ്ടൂറുകൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഡിപ്രഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഹില്ലി ഏരിയാസ് ആണോ, എന്താണെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു മാപ്പിംഗ് ആണ് ഈ കോണ്ടൂർ മാപ്പിംഗ് എന്ന് പറഞ്ഞത്. സോ അത്രയേ ഉള്ളൂ കോണ്ടൂർ എന്ന് പറഞ്ഞാൽ. ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ദ ഇമാജിനറി ലൈൻ ഓൺ ദ ഗ്രൗണ്ട് ജോയിനിങ് ദ പോയിന്റ് ഓഫ് ഈക്വൽ എലിവേഷൻ ദാറ്റ് ഈസ് കോൾഡ് കോണ്ടൂർ അല്ലെങ്കിൽ കോണ്ടൂർ ലൈൻ. നെക്സ്റ്റ് ടേം ആണ് കോണ്ടൂർ ഇന്റർവൽ. കോണ്ടൂർ ഇന്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള ഈ കോണ്ടൂർ ലൈനുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ ഇന്റർവൽ. സോ അതാണ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂർ. രണ്ട് അടുത്തടുത്തുള്ള കോണ്ടൂറുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ ഇന്റർവൽ. ഇനിയും കോണ്ടൂർ ഇന്റർവെലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഉണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ 4 ഫാക്ടേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. സോ നോക്കാതെ ഏതൊക്കെയാണെന്ന്. Contour interval depends on first one nature of ground in a nature. Second, scale of map. Third, the purpose and extent of survey. Fourth, time and expense of field and office work. So ഈ ടേംസ് എല്ലാം നമുക്ക് ഒന്നുകൂടി അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ കോണ്ടൂർ ഇന്റർവെലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്. ഈ കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറഞ്ഞ ഒരു പ്ലാൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ കോണ്ടൂർ ഇന്റർവെൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കെപ്റ്റ് ചെയ്യണം. ഒരിക്കലും ആ ഒരു കോണ്ടൂർ ഇന്റർവെൽ നമ്മൾ വരച്ചു പല കോണ്ടൂർ ഇന്റർവെല്ലിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? പ്ലാൻ വരയ്ക്കരുത്. ആൻഡ് അതർവൈസ് ഇറ്റ് വിൽ ബി മിസ്ലീഡ് ദ ജനറൽ അപ്പിയറൻസ് ഓഫ് ദ ഗ്രൗണ്ട്. അപ്പൊ ഗ്രൗണ്ടിന്റെ അപ്പിയറൻസിനെ തന്നെ അത് ബാധിക്കാൻ തുടങ്ങും. നമ്മളിപ്പോ ഒരു പ്ലാൻ വരയ്ക്കുക, ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ വരയ്ക്കുവാണെങ്കിൽ സാധാരണ ഒരു 1:100 സ്കെയിലാണ് അവിടെ എഴുതിയിരിക്കുന്നതെങ്കിൽ, അതായത് ഒരു സ്കെയിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കെയിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന എല്ലാം അതിനകത്ത് എന്തൊക്കെ വരയ്ക്കുന്നുണ്ടോ അതെല്ലാം ഏത് സ്കെയിലാക്കി 1:100 ആണ്. അതുപോലെയാണ് ഒരു കോണ്ടൂർ മാപ്പിംഗ് ചെയ്യുമ്പം കോണ്ടൂർ ഇന്റർവെല്ലിൽ നമ്മൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കണം പ്ലാനിൽ എന്ത് ചെയ്യണം? കെപ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവിടെയുള്ള ഫീച്ചേഴ്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡിപ്രഷനും ഹില്ലുകളും ഒക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനല്ലേ കോണ്ടൂർ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ജനറൽ അപ്പിയറൻസിനെ എന്ത് ചെയ്യും? മിസ്ലീഡ് ചെയ്യും. അതുകൊണ്ട് പ്ലാനിൽ എപ്പോഴും നമ്മൾ കോണ്ടൂർ ഇന്റർവെൽ എങ്ങനെയായിരിക്കണം? കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കണം വരയ്ക്കേണ്ടത്. സോ അതൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അതും എടുത്ത് ഞാൻ പറഞ്ഞത്. കോണ്ടൂർ ഇന്റർവെൽ ഈസ് കെപ്റ്റ് ഇൻ ദ പ്ലാൻ constant in the plan, otherwise it will be mislead the general appearance of the ground. അപ്പൊ ഇതിനകത്ത് കോണ്ടൂർ ഇന്റർവെലിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ അതിന്റെ ഡെഫിനിഷൻ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതേപോലെ കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറയുന്ന പ്ലാനിൽ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ കെപ്റ്റ് ചെയ്യണം. സോ ഇത്രേ ഉള്ളൂ കോണ്ടൂർ ഇന്റർവെൽ. ഇനി നമുക്ക് ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓരോന്ന് വീതം ഒന്ന് നോക്കാം. കോണ്ടൂർ ഇന്റർവെലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആദ്യത്തെ ഫാക്ടർ ആണ് ദ നേച്ചർ ഓഫ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്.
ആ നേച്ചർ ഓഫ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് മെയിൻലി ഫ്ലാറ്റ് ആണോ അല്ലെങ്കിൽ ഹൈലി അൺഡുലേറ്റഡ് ആണോ ആ ഗ്രൗണ്ടിന്റെ നേച്ചർ, അതനുസരിച്ച് കോണ്ടൂർ ഇന്റർവെൽ നമ്മൾ സ്മോളോ ലാർജറോ ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ അതിന് ആദ്യം നമ്മൾ എടുക്കുന്നതാണ് ഫാറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട്. ഫോർ എവറി ഫാറ്റ് സർഫസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഗ്രൗണ്ട് ആണെങ്കിൽ കോണ്ടൂർ ഇന്റർവെൽ ചെറുതായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷേ 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കോണ്ടൂറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇനിയും ഫോർ ബ്രോക്കൺ ഗ്രൗണ്ടിലാണെങ്കിൽ കോണ്ടൂർ ഇന്റർവെല്ലിൽ നമ്മൾ കൂട്ടിയായിരിക്കും ഗ്രേറ്റർ ആയിട്ടായിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 കണ്ടീഷൻ ഓർത്തിരിക്കണം നമ്മള്. ഫോർ എവറി ഫാറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ കോണ്ടൂർ ഇന്റർവെൽ ചെറുതായിരിക്കും, ബ്രോക്കൺ ഗ്രൗണ്ട് ആണെങ്കിൽ കോണ്ടൂർ ഇന്റർവെൽ ഗ്രേറ്റർ ആയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ നേച്ചർ ഓഫ് ഗ്രൗണ്ടിന്റെ ബേസിൽ കോണ്ടൂർ ഇന്റർവെല്ലിനുള്ള ഡിപ്പെൻഡൻസി. നെക്സ്റ്റ് ഫാക്ടർ ആണ് സ്കെയിൽ ഓഫ് ദ മാപ്പ്. അതിന്റെ തമ്മിലുള്ള ഒരു ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് കോണ്ടൂർ ഇന്റർവെല്ലും സ്കെയിൽ ഓഫ് ദ മാപ്പും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കോണ്ടൂർ ഇന്റർവെല്ലും സ്കെയിലും എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം സ്മോൾ ആണ് സ്കെയിൽ എങ്കിൽ നമ്മുടെ കോണ്ടൂർ ഇന്റർവെല്ല് ലാർജ് ആയിരിക്കും. അതേപോലെ ഇഫ് സ്കെയിൽ ഈസ് ലാർജ് കോണ്ടൂർ ഇന്റർവെൽ ഈസ് സ്മോൾ എന്ന് വെച്ചാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്കെയിൽ ഓഫ് ദ മാപ്പ് എന്ന് പറയുന്നത്. സോ അത് ഓർത്തിരിക്കണം ഈ ഒരു കണ്ടീഷൻ. സ്കെയിൽ ഓഫ് ദ മാപ്പും കോണ്ടൂർ ഇന്റർവെല്ലും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിനകത്ത് സ്കെയിൽ കുറവാണ് എങ്കിൽ കോണ്ടൂർ ഇന്റർവെല്ല് ലാർജ് ആയിട്ടാണ് എടുക്കുന്നത്. അതേപോലെ ലാർജർ ആയിട്ടുള്ള സ്കെയിൽ ആണ് എങ്കിൽ കോണ്ടൂർ ഇന്റർവെല്ല് സ്മോൾ ആയിരിക്കും. ഈ കണ്ടീഷൻ ഓർത്തിരിക്കണം. ഇതാണ് സ്കെയിൽ ഓഫ് ദ മാപ്പ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് കോണ്ടൂർ ഇന്റർവെല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ് പർപ്പസ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് സർവേ. പർപ്പസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ സർവേ വർക്ക് ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണ്. എക്സ്റ്റെന്റ് എന്ന് വെച്ചാൽ എത്ര ഏരിയയോളം അത് കവർ ചെയ്യുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് പർപ്പസ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് സർവേ. ആദ്യം നമുക്ക് പർപ്പസ് നോക്കാം. പർപ്പസിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ഡിസൈൻ വർക്ക് ഓർ ഫോർ ആക്യുറേറ്റ് എർത്ത് വർക്ക് കാൽക്കുലേഷൻ സ്മോൾ ഇന്റർവെൽ ഈസ് ടു ബി യൂസ്ഡ്. അപ്പൊ എന്തൊക്കെയാണ് പർപ്പസ്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡിസൈൻ വർക്ക് അല്ലെങ്കിൽ എർത്ത് വർക്ക് കാൽക്കുലേഷൻ ആക്യുറേറ്റ് ആയിട്ട് വേണം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ കോണ്ടൂർ ഇന്റർവെൽ എന്ത് ചെയ്യും? കുറച്ചു കൊടുക്കും. എങ്കിലല്ലേ നമുക്ക് നന്നായിട്ട് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കോണ്ടൂറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അത് കോണ്ടൂർ ഇന്റർവെൽ. അത് എന്ത് ചെയ്യും? കുറച്ചു കൊടുക്കും. കുറച്ചു കൊടുക്കുമ്പം അത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടും പ്രിസൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്റ്റെന്റ് ആണ്. എക്സ്റ്റെന്റിനകത്ത് പറയുന്നത് ഫോർ ലൊക്കേഷൻ സർവേസ്. ഓക്കെ, ലൊക്കേഷൻ സർവേസ് for lines of communication and for reservoir and drainage areas where extent of survey is large. Okay, reservoir, drainage, location surveys ഒക്കെ ചെയ്യുന്നിടത്ത് ഒക്കെ എന്താണ് extent of survey എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. കൂടുതൽ extent of survey ഉണ്ടെങ്കിൽ നമ്മൾ ലാർജർ കോണ്ടൂർ ഇന്റർവെൽ ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ സ്മോൾ ഇന്റർവെൽ നമുക്ക് ആക്യുറസി അല്ല അവിടെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കിട്ടണം. അപ്പം എക്സ്റ്റെന്റ് കൂടുതലാണെങ്കിൽ ലാർജ് കോണ്ടൂർ ഇന്റർവെൽ ആയിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ പർപ്പസ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് സർവേ എന്ന് പറഞ്ഞ. ഒന്നെന്ന് പറയുന്നത് ആക്യുറസി കൂടുതലാണ് എങ്കിൽ അങ്ങനെയുള്ള പർപ്പസ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോണ്ടൂർ ഇന്റർവെൽ കുറച്ചു കൊടുക്കും. ഇനി എക്സ്റ്റെന്റ് ഓഫ് സർവേ എന്ന് പറയുന്നത് കൂടുതലാണ് എങ്കിൽ കോണ്ടൂർ ഇന്റർവെൽ ലാർജ് ആക്കി കൊടുക്കും. ഓക്കെ, സോ ലാസ്റ്റ് ഫാക്ടർ ആണ് ടൈം ആൻഡ് എക്സ്പെൻസ് ഓഫ് ഫീൽഡ് ആൻഡ് ഓഫീസ് വർക്ക്. ടൈം ആൻഡ് എക്സ്പെൻസ്. ഇപ്പം ഇഫ് ടൈം അവൈലബിൾ ഈസ് ലെസ്, നമ്മുടെ കയ്യിലുള്ള ടൈം അവൈലബിലിറ്റി കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ വേണ്ടി കോണ്ടൂർ ഇന്റർവെല്ലുകൾ എന്ത് ചെയ്യും? കൂട്ടിക്കൊടുക്കും. കോണ്ടൂർ ഇന്റർവെല്ല് കൂടുതലായി കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വർക്ക് എന്ത് ചെയ്യും? തീർക്കാൻ പറ്റും. അതിന് തിരിച്ചു പറഞ്ഞാൽ മതി, ഇഫ് ടൈം അവൈലബിൾ ഈസ് ഗ്രേറ്റർ, ഇപ്പം നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സമയമുണ്ട് ചെയ്യാനെങ്കിൽ പതുക്കെ ചെയ്തു പോയാൽ മതിയെങ്കിൽ കോണ്ടൂർ ഇന്റർവെൽ എന്ത് ചെയ്താൽ കുറച്ച് കൊടുത്താൽ മതി. സോ സ്മോൾ കോണ്ടൂർ ഇന്റർവെൽ ആയിരിക്കും നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ടൈം അവൈലബിലിറ്റി കുറവാണെങ്കിൽ കൂടുതൽ കോണ്ടൂർ ഇന്റർവെൽ കൊടുക്കണം. അതേ ടൈം അവൈലബിലിറ്റി കൂടുതലാണെങ്കിൽ സ്മോൾ കോണ്ടൂർ ഇന്റർവെൽ ആയിരിക്കും ഉപയോഗിക്കുന്നത്. സോ ഇത്രയും ഫാക്ടേഴ്സ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് ഇവ മനസ്സിലാക്കി പഠിക്കുക. ഇനിയും പറയുന്നത് കോണ്ടൂർ ഇന്റർവെൽ ഫോർ വേരിയസ് പർപ്പസസ്. നമ്മൾ പർപ്പസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ബിൽഡിംഗ് സൈറ്റുകളുണ്ട്, ടൗൺ പ്ലാനിംഗ് സ്കീംസ്, റിസർവോയറുകൾ ആൻഡ് ലൊക്കേഷൻ സർവേസ്. ഇതിനൊക്കെ എത്രയാണ് കോണ്ടൂർ ഇന്റർവെൽ സാധാരണയായിട്ട് അഡോപ്റ്റ് ചെയ്യാറുള്ളത്?
അപ്പൊ ആദ്യം തന്നെ ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ബിൽഡിംഗ് സൈറ്റ് ആണ് എങ്കിൽ കോണ്ടൂർ ഇന്റർവെല് 0.2 to 0.5 മീറ്റേഴ്സ് ആയിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ടൗൺ പ്ലാനിംഗ് സ്കീംസ്, റിസർവോയർ കണ്ടീഷൻസ്, റിസർവോയർ ഒക്കെ ആണെങ്കിൽ 0.5 to 2 മീറ്റേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. ലൊക്കേഷൻ സർവേസിന് 2 to 3 മീറ്റർ ആണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ടേബിൾ അറിഞ്ഞിരിക്കണം. പർപ്പസ് ഓഫ് സർവേ ബിൽഡിംഗ് സൈറ്റ് ആണെങ്കിൽ കോണ്ടൂർ ഇന്റർവെൽ 0.2 to 0.5 മീറ്റർ. ടൗൺ പ്ലാനിംഗ് സ്കീംസ്, റിസർവോയർ എക്സെട്ര ആണെങ്കിൽ 0.5 to 2 മീറ്റർ. ലൊക്കേഷൻ സർവേസ് ആണെങ്കിൽ 2 to 3 മീറ്റർ ആണ്. നെക്സ്റ്റ് കോണ്ടൂറിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോർഷൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർ. കോണ്ടൂറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇനി ആദ്യം നമ്മൾ പറയുന്ന ഒരു ടേം ആണ് ഓവർ ഹാങ്ങിങ് ക്ലിഫ്. ഓവർ ഹാങ്ങിങ് ക്ലിഫ് എന്ന് പറയുന്നത് നമ്മൾ കോണ്ടൂർ ലൈൻസ് എന്താന്ന് പറഞ്ഞത്. എന്തായിരുന്നു കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടിലെ പോയിന്റുകളുടെ എലിവേഷനുകൾ തുല്യമാണെങ്കിൽ ആ പോയിന്റുകളിലൂടെ വരയ്ക്കുന്ന ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈൻസുകൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ക്രോസ് ചെയ്ത് പാസ് ചെയ്ത് പോകത്തില്ല, ക്രോസ് ചെയ്ത് പോകത്തില്ല. അപ്പൊ ഒരേ ഒരു കേസിൽ മാത്രം ഡിഫറെന്റ് എലിവേഷൻ ഉള്ള കോണ്ടൂർ ലൈനുകൾ എന്ത് ചെയ്യാറുണ്ട്, ഇന്റർസെക്ട് ചെയ്ത് പാസ് ചെയ്യാറുണ്ട്. ഏത് സമയത്താണ്? ഒരു ഓവർ ഹാങ്ങിങ് ക്ലിഫോ അല്ലെങ്കിൽ കേവ്സോ വരുന്ന സ്ഥലത്ത്. ഓക്കെ, അപ്പൊ ഓവർ ഹാങ്ങിങ് ക്ലിഫ് അല്ലെങ്കിൽ കേവ് ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യും, കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെന്റ് എലിവേഷൻ ക്യാൻ ഇന്റർസെക്ട്. ആ ഫിഗറിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്ത് ചെയ്യും, രണ്ട് കോണ്ടൂർ ലൈൻസുകൾ തമ്മിൽ ഡിഫറെന്റ് ആയിട്ടുള്ള എലിവേഷൻ ആണ്. ഒരെണ്ണം 250 ഒരെണ്ണം 200 അവ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് എലിവേഷനുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്ത് പാസ് ചെയ്യുന്നുണ്ട്. സോ അതെന്ന് പറയുന്നത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യും, അവിടെ ഒരു ഓവർ ഹാങ്ങിങ് ക്ലിഫോ അല്ലെങ്കിൽ കേവോ ഉണ്ട് എന്ന് എന്ത് ചെയ്യും, അത് ഇൻഡിക്കേറ്റ് ചെയ്യും. സോ ഇത് ആ ഡെഫിനേഷൻ പക്ക മനസ്സിലാക്കണം. എന്താണ് ഓവർ ഹാങ്ങിങ് ക്ലിഫ് എന്ന് പറഞ്ഞാൽ? കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെന്റ് എലിവേഷൻ ക്യാൻ ഇന്റർസെക്ട് ഓൺലി ഓഫ് ആൻ ഓവർ ഹാങ്ങിങ് ക്ലിഫ് ഓർ കർവ്സ്. നെക്സ്റ്റ് വൺ ആണ് വെർട്ടിക്കൽ ക്ലിഫ്. ഈ വെർട്ടിക്കൽ ക്ലിഫും ഓവർ ഹാങ്ങിങ് ക്ലിഫും ആണ് തിരിഞ്ഞു പോകുന്ന രണ്ട് കാര്യങ്ങൾ. അപ്പം ഇതിന്റെ ഡെഫിനിഷൻ നന്നായിട്ട് മനസ്സിലാക്കുക. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെന്റ് എലിവേഷൻ ക്യാൻ യൂണിറ്റി ടു ഫോം one line only in the case of vertical cliff. കാര്യം മനസ്സിലാക്കുക, ഡിഫറെന്റ് എലിവേഷനുകൾ തമ്മിൽ യൂണിറ്റ് ചെയ്ത് ഒരു ലൈനായിട്ട് തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഒരു ലൈനായിട്ട് തന്നെ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ ക്ലിഫ്. ഓവർ ഹാങ്ങിങ് ക്ലിഫ് എന്താ പറഞ്ഞത്, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എലിവേഷനുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്ത് പാസ് ചെയ്യുവാണ്, അല്ലാതെ യൂണിറ്റി ആയിട്ട് ഒരു ലൈനിൽ പോകുന്നില്ല. ഓക്കെ, അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ്. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫിഗറിനകത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എലിവേഷനുകൾ യൂണിറ്റി ആയിട്ട്, രണ്ടും കൂടി യൂണിറ്റി ആയിട്ട് ഒരു ലൈനായിട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ അതിനെ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതൊരു വെർട്ടിക്കൽ ക്ലിഫ് ഏരിയ ആണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ക്ലിഫ് അവിടെ ഉണ്ട് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഡെഫിനേഷൻ മനസ്സിലാക്കണം, രണ്ടും തമ്മിലുള്ള ഡിഫറൻസും. ഒരെണ്ണം എന്താണ്, ഇന്റർസെക്ട് ചെയ്ത് അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് പാസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് എലിവേഷനുകൾ തമ്മിൽ യൂണിറ്റ് ചെയ്ത് ഒരു ലൈനായിട്ട് മൂവ് ചെയ്യുന്നു. അതാണ് ടു ഫോം വൺ ലൈൻ ഓൺലി ഇൻ ദ കേസ് ഓഫ് വെർട്ടിക്കൽ ക്ലിഫ്. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോണ്ടൂർ ആണ് സ്റ്റീപ്പ് സ്ലോപ്പ്. സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറയുന്ന കോണ്ടൂർ ലൈൻസ് ക്ലോസ് ടുഗദർ. കോണ്ടൂർ ലൈൻസ് എന്താണ്, അടുപ്പിച്ച് ഇരിക്കുകയാണ് എങ്കിൽ അതിനർത്ഥം എന്താണ്, അവിടെ ഒരു സ്റ്റീപ്പ് സ്ലോപ്പ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്റ്റീപ്പ് സ്ലോപ്പ് എന്താണ്, കോണ്ടൂർ ലൈൻസ് ക്ലോസ് ടുഗദർ. നെക്സ്റ്റ് വൺ ജെന്റിൽ സ്ലോപ്പ്. ജെന്റിൽ സ്ലോപ്പ് ആണെങ്കിൽ കോണ്ടൂർ ലൈൻസുകൾ ഫാർ അപ്പാർട്ട് ആയിരിക്കും. അപ്പൊ സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറയുന്ന കോണ്ടൂർ ലൈൻസ് അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. ജെന്റിൽ സ്ലോപ്പ് ആണെങ്കിൽ കോണ്ടൂർ ലൈൻസ് ഫാർ അപ്പാർട്ട് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ യൂണിഫോം സ്ലോപ്പ്. ആ പേരിന്ന് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വൽ ആണ് അല്ലെ, ഈക്വൽ എന്നാണ് അർത്ഥം. സോ കോണ്ടൂർ ലൈൻസ് ഈക്വലി സ്പേസ്ഡ് ആണ് എങ്കിൽ, കോണ്ടൂർ ലൈനുകൾ ഈക്വലി സ്പേസ്ഡ് ആണ് എങ്കിൽ അതിനെയാണ് യൂണിഫോം സ്ലോപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ യൂണിഫോം എന്ന് പറഞ്ഞ വേടിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്താൽ മതി. യൂണിഫോം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കോണ്ടൂർ ലൈൻസ് ഈക്വലി സ്പേസ്ഡ് ആണ്. നെക്സ്റ്റ് വൺ ആണ് പ്ലെയിൻ സർഫസ്. പ്ലെയിൻ സർഫസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കഴിഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ സ്റ്റീപ്പ് സ്ലോപ്പും പ്ലെയിൻ സർഫസും. സോ അതുകൊണ്ട് ഓർത്തിരിക്കുക. പ്ലെയിൻ സർഫസ് എന്ന് പറയുന്നത് എ സീരീസ് ഓഫ് സ്ട്രെയിറ്റ് പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർ. ഇങ്ങനെ തന്നെ ഇതേ ഡെഫിനിഷൻ ഇതേപടിയാണ് ജൂനിയർ ഇൻസ്ട്രക്ടറിന് ചോദിച്ചത്. സോ
പ്ലെയിൻ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സീരീസ് ഓഫ് സ്ട്രെയിറ്റ് പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ സർഫസ്. ഇപ്പം കോണ്ടൂർ ലൈൻസ് ഈക്വലി സ്പേസ്ഡ് എന്ന് ചോദിച്ചാൽ അത് യൂണിഫോം സ്ലോപ്പ് ആണ്. പ്ലെയിൻ സർഫസ് എന്ന് പറയണമെങ്കിൽ കുറെ സ്ട്രെയിറ്റ് ഉണ്ട്, അത് പാരലലാണ്, ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള കോണ്ടൂർസ് ആണ്. അതിനെ പ്ലെയിൻ സർഫസ് എന്നാണ് പറയുന്നത്. അപ്പൊ സ്റ്റീപ്പ് സ്ലോപ്സ് എന്താന്ന് പറഞ്ഞാൽ കോണ്ടൂർ ലൈൻസ് അടുത്തടുത്താണ്. ജെന്റിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് കോണ്ടൂർ ലൈൻസ് ഫാർ അപ്പാർട്ട് ആണ്. യൂണിഫോം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വേർഡിൽ കണക്ട് ചെയ്യുക ഈക്വലി സ്പേസ്ഡ് ആണ്. പ്ലെയിൻ സർഫസ് എന്ന് പറയുന്നത് സീരീസ് ഓഫ് സ്ട്രെയിറ്റ്സ് പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർ. അതിനെയാണ് പ്ലെയിൻ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹില്ല്. ഹില്ല് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻസ് എടുക്കുക, അതിനകത്ത് അകത്തേക്ക് പോകും തോറും കൂടിക്കൂടിയ വാല്യൂകളാണ്, എലിവേഷൻ കൂടിക്കൂടിയാണ് വരുന്നതെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഹില്ലാണ്. അതാണ് ഡെഫിനിഷൻ. എ ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻസ് വിത്ത് വൺ ഓർ മോർ ഹയർ വൺസ് ഇൻസൈഡ്. അതിനെയാണ് ഹിൽ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻസിൽ അകത്തേക്ക് വരുംതോറും വാല്യൂ, എലിവേഷന്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നതെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഡിപ്രഷൻ ആണ്. സേ കോസ്റ്റ് കോണ്ടൂർ ലൈൻസ് വിത്ത് വൺ ഓർ മോർ ലോവർ വൺസ് ഇൻസൈഡ്. ഇനി ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചെറിയ പോയിന്റ് ആണത്. കോണ്ടൂർ ലൈൻസ് ക്രോസസ് എ വാട്ടർഷെഡ് ഓർ റിഡ്ജ് ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾസ്. ഓക്കെ, കോണ്ടൂർ ലൈനുകൾ 90 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ടായിരിക്കും വാട്ടർഷെഡ് ലൈൻസിനെയും റിഡ്ജ് ലൈനെയും ക്രോസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. കോണ്ടൂർ ലൈൻസ് ക്രോസസ് എ വാട്ടർഷെഡ് ഓർ റിഡ്ജ് ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്ത റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും കോണ്ടൂർ ലൈൻസ് വാട്ടർഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് ലൈൻസിനെ എന്ത് ചെയ്യുന്നത്? ക്രോസ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കുക. കോണ്ടൂറിനകത്തെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് മെത്തേഡ്സ് ഓഫ് ലൊക്കേറ്റിംഗ് കോണ്ടൂർസ്. ഏതൊക്കെ മെത്തേഡിലൂടെയാണ് കോണ്ടൂറുകളെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്? അതിനെ നമുക്ക് രണ്ട് മെത്തേഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ദെൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയറക്റ്റ് മെത്തേഡ് ആണ്. ഡയറക്റ്റ് മെത്തേഡിൽ വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, വെർട്ടിക്കൽ കൺട്രോള്, ഹൊറിസോണ്ടൽ കൺട്രോൾ. വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത് ആദ്യം ലൊക്കേഷൻ ഓഫ് പോയിന്റ് ഓൺ കോണ്ടൂർ, കോണ്ടൂറിൽ പോയിന്റ്സിനെ ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കണം, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് പോയിന്റ് ഓൺ കോണ്ടൂർ, കോണ്ടൂറിൽ പോയിന്റുകൾ ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഹൊറിസോണ്ടൽ കൺട്രോൾ. ഇനിയും ഈ ലൊക്കേറ്റ് ചെയ്ത പോയിന്റുകളിലൂടെ സർവേ നടത്തുന്നതിനെയാണ് ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് പറയുന്നത്. സർവേയിങ് ദോസ് പോയിന്റ്സ്, ആ ലൊക്കേറ്റ് ചെയ്ത പോയിന്റുകളിലൂടെ സർവേ നടത്തുന്ന ആ ഒരു മെത്തേഡാണ് ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് പറഞ്ഞത്. അപ്പൊ വെർട്ടിക്കൽ കൺട്രോൾ എന്താണ്? ലൊക്കേഷൻ ഓഫ് പോയിന്റ് ഓൺ കോണ്ടൂർ. ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് പറയുന്നത് സർവേ ദോസ് പോയിന്റ്സ്, ആ പോയിന്റ്സിനെ സർവേ ചെയ്യുന്നതിനെ നമ്മൾ ഹൊറിസോണ്ടൽ കൺട്രോൾ എന്നാണ് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഡയറക്റ്റ് മെത്തേഡിനകത്ത് ഓർത്തിരിക്കാനുള്ളത്. വെർട്ടിക്കൽ എന്താ, ഹൊറിസോണ്ടൽ എന്താണെന്ന് മാത്രം ഓർത്തിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡിനകത്തെ ആദ്യത്തേതാണ് ബൈ സ്ക്വയർ. ബൈ സ്ക്വയർ എന്ന് പറയുന്നത് ചെറിയ ഏരിയയാണ് ഉള്ളതെങ്കിൽ, ചെറിയ ഏരിയ ഉണ്ടെങ്കിൽ ഈ മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്, ബൈ സ്ക്വയർ. അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 5 to 20 മീറ്ററിലായിരിക്കും സ്ക്വയറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് സാധാരണ അഡോപ്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക്. ഈ സ്ക്വയർ ടൈപ്പ് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഫ്ലാറ്റ് ഏരിയാസിലാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ബൈ സ്ക്വയർ എന്ന് പറയുന്നത് സ്മോൾ ഏരിയാസ് ആയിരിക്കും, അതിന്റെ സൈസ് 5 to 20 മീറ്റേഴ്സ് ആയിരിക്കും. ഫ്ലാറ്റ് ഏരിയാസിലാണ് നമ്മൾ ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ അത്രയേ ഉള്ളൂ ബൈ സ്ക്വയർ. നെക്സ്റ്റ് വൺ ബൈ ക്രോസ് സെക്ഷൻ. ബൈ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സാധാരണ ഇത് ഉപയോഗിക്കുന്നത് എവിടാണ്? അതാണ് ക്വസ്റ്റ്യൻ. ബൈ ക്രോസ് സെക്ഷൻ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ദ ക്രോസ് സെക്ഷൻ ആർ റൺ ടു ദ സെന്റർ ഓഫ് ലൈൻ ഓഫ് എ റോഡ്, റെയിൽവേസ്, അവിടെയൊക്കെ ആയിരിക്കും ഈ ക്രോസ് സെക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിൻലി ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള റൂട്ട് സർവേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് കോണ്ടൂറിങ് ഏതാണെങ്കിൽ മെത്തേഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. റൂട്ട് സർവേസിന് നമ്മൾ ഉപയോഗിക്കാറുള്ള മെത്തേഡ് ബൈ ക്രോസ് സെക്ഷൻ ആണ്.
ഓർത്തിട്ട് റൂട്ട് സർവേ എന്ന് പറയുന്നത് ഈ പറയുന്ന റോഡ് റെയിൽവേസിലൂടെ സെൻട്രൽ ലൈൻ കൂടി റൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ റൂട്ട് സർവേ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് സാധാരണ ചോദിക്കുന്നതാണ്. അതിന്റെ ആൻസർ ആണ് ബൈ ക്രോസ് സെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ബൈ ടാക്യോമെട്രിക് മെത്തേഡ്. ടാക്യോമെട്രിക് മെത്തേഡ് നമ്മൾ സാധാരണ ഹില്ലി ടെറൈൻസിനായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഹില്ലി ടെറൈൻസിന് ഉപയോഗിക്കുന്ന ഏറ്റവും സൂട്ടഡ് ആയിട്ടുള്ള ഒരു കോണ്ടൂറിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ടാക്യോമെട്രിക് ആണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സർവേ ഓൺ ആൻ ഏരിയ ഈസ് കണക്റ്റഡ് ബൈ സീരീസ് ഓഫ് ഹില്ലോക്സ് ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ടാക്യോമെട്രിക് മെത്തേഡ്. ഇവിടെ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് സാധാരണ ചോദിക്കാറുള്ളത്. എന്തിനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ബൈ സ്ക്വയർ ആണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയാസിലാണ് ഉപയോഗിക്കുന്നത്. ബൈ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ റൂട്ട് സർവേസിനാണ് ഉപയോഗിക്കുന്നത്. ബൈ ടാക്യോമെട്രിക് മെത്തേഡ് ആണ് ഹില്ലോക്സിലാണ് ഉപയോഗിക്കുന്നത്. അത്രയാണ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ മെത്തേഡ് ഓഫ് ലൊക്കേറ്റിംഗ് കോണ്ടൂർസ് രണ്ടായിട്ട് തിരിക്കാം. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റിനകത്ത് വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് പോയിന്റ്സ് ഓൺ കോണ്ടൂർ. ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ്സിനെ സർവേ ചെയ്യുന്നു. പിന്നെ ഉള്ളത് ഇൻഡയറക്റ്റ് മെത്തേഡ്, അതാണ് ബൈ സ്ക്വയർ, ബൈ ക്രോസ് സെക്ഷൻ, ബൈ ടാക്യോമെട്രിക് മെത്തേഡ്. സോ ഇത്രയേ ഉള്ളൂ മെത്തേഡ്സ് ഓഫ് ലൊക്കേറ്റിംഗ് കോണ്ടൂർസ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇന്റർപൊളേഷൻ ഓഫ് കോണ്ടൂർസ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇന്റർപൊളേഷൻ എന്ന് പറഞ്ഞാൽ, ഇന്റർപൊളേഷൻ ഓഫ് കോണ്ടൂർസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ പോയിന്റ്സിനെ നമ്മൾ വരച്ചു, കോണ്ടൂർ ലൈൻസിനെ വരച്ചു. അതിനെ ഈക്വലി സ്പേസിങ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോണ്ടൂറുകൾ തമ്മിലുള്ള സ്പേസിങ് പ്രപ്പോർഷനേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു മെത്തേഡാണ് ഇന്റർപൊളേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇന്റർപൊളേഷൻ ഓഫ് കോണ്ടൂർസിന്റെ ഡെഫിനിഷൻ പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്പേസിംഗ് ദ കോണ്ടൂർസ് proportionating between the plotted ground points established by indirect method. Indirect മെത്തേഡിലൂടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത കോണ്ടൂർ ലൈനുകളെ എന്ത് ചെയ്യുക, അതിന്റെ സ്പേസിങ് പ്രപ്പോർഷനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇന്റർപൊളേഷൻ. ഇനി ഇന്റർപൊളേഷൻ നമുക്ക് 3 മെത്തേഡിലൂടെ ചെയ്യാൻ പറ്റും. അതിനകത്തെ ആദ്യത്തെ മെത്തേഡാണ് ബൈ എക്സ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ. ബൈ എക്സ്റ്റിമേഷൻ, എക്സ്റ്റിമേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർപൊളേറ്റ് ചെയ്യാം. സാധാരണ ഇത് ഉപയോഗിക്കുന്നത് റഫ് സ്മോൾ സ്കെയിൽ വർക്കുകൾക്ക് മാത്രമാണ്. ബൈ എക്സ്റ്റിമേഷൻ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? റഫ് സ്മോൾ സ്കെയിൽ വർക്കിന് മാത്രമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈ അരിത്തമാറ്റിക് കാൽക്കുലേഷൻ. അരിത്തമാറ്റിക് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഏറ്റവും ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ഇന്റർപൊളേഷൻ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ, ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ അരിത്തമാറ്റിക് കാൽക്കുലേഷൻ ആണ്. അതേപോലെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും ടൈം കൺസ്യൂമിങ്ങുമാണ്. ഓക്കെ, അരിത്തമാറ്റിക് കാൽക്കുലേഷൻ ഒരു ആക്യുറേറ്റ് മെത്തേഡ് ആണ്, അതേപോലെ ടൈം കൺസ്യൂമിങ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇന്റർപൊളേഷൻ നടത്താൻ വേണ്ടി, ആ പ്രോസസ്സിംഗ് ചെയ്യാൻ വേണ്ടി യൂസിങ് ദ ഹെൽപ്പ് ഓഫ് ട്രേസിംഗ് പേപ്പർ ഓർ ട്രേസിംഗ് ക്ലോത്ത്. ട്രേസിംഗ് പേപ്പറിന്റെയോ അല്ലെങ്കിൽ ട്രേസിംഗ് ക്ലോത്തിന്റെയോ ഹെൽപ്പോട് കൂടി ആയിരിക്കും അവിടെ ഇന്റർപൊളേഷൻ നടത്തുന്നത്. അതിനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞത്. ബൈ എക്സ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റഫ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ വർക്ക്സിനാണ് ഉപയോഗിക്കുന്നത്. ബൈ അരിത്തമാറ്റിക് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് ആൻഡ് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ബൈ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇന്റർപൊളേഷൻ നടത്തുന്നത് ഹെൽപ്പ് ഓഫ് ട്രേസിംഗ് പേപ്പർ അല്ലെങ്കിൽ ട്രേസിംഗ് ക്ലോത്ത് ആണ്. സോ അത്രയാണ് ഇന്റർപൊളേഷൻ ഓഫ് കോണ്ടൂർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടേം ആണ് ഹൊറിസോണ്ടൽ ഇക്വാലന്റ്. ഈ ടേംസും അതിന്റെ ഡെഫിനേഷൻസും പ്രീവിയസ് ഇയർ ചോദിക്കാറുള്ളതാണ്. സോ ഹൊറിസോണ്ടൽ ഇക്വാലന്റ് എന്ന് പറയുന്നത് രണ്ട് അടുത്തടുത്തുള്ള കോണ്ടൂർ ലൈൻസുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ ഇക്വാലന്റ്. സോ ഡെഫിനിഷൻ: ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points on the 2 consecutive contours is known as horizontal equivalent. നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസുകൾ ആണെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് കോണ്ടൂറിന്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിച്ച പേര് കോണ്ടൂർ ഇന്റർവെൽ ആണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. സെയിം പോലെ ഹൊറിസോണ്ടൽ ഇക്വാലന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്, അത് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റീപ്നെസ് ഓഫ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിന്റെ സ്റ്റീപ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. ഹൊറിസോണ്ടൽ ഇക്വാലൻസ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ എന്ന് പറഞ്ഞിട്ട്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റീപ്നെസ് ഓഫ് ഗ്രൗണ്ട്. സോ ഈ ടേം ഓർത്തിരിക്കുക, ഡെഫിനിഷൻ ആൻഡ് ഏത് ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് കോണ്ടൂർ ഗ്രേഡിയന്റ്. കോണ്ടൂർ ഗ്രേഡിയന്റ് ഈ ഡെഫിനിഷൻ ഇതേപടി അങ്ങ് പഠിക്കുക. ഇറ്റ് ഈസ് എ ലൈൻ ലേയിങ് ത്രൂ ഔട്ട് ഓൺ ദ സർഫസ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് പ്രിസർവിംഗ് എ കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ. ഇപ്പൊ കോണ്ടൂർ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഹൊറിസോണ്ടലുമായിട്ട് ഒരു കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ പ്രിസർവ് ചെയ്യുന്നതാണ് ഈ കോണ്ടൂർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ സാധാ സർഫസിൽ നിന്നും ത്രൂ ഔട്ട് ലൈൻ ലേയിങ് ത്രൂ ഔട്ട് ദ സർഫസ് ഓഫ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിന് ത്രൂ ഔട്ട് സർഫസിൽ ഈ ഒരു ലൈൻ കാണും. അതിനെയാണ് കോണ്ടൂർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇതേ ഡെഫിനിഷൻ ഇതേപടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ അത് ഓർത്തിരിക്കുക, കോണ്ടൂർ ഗ്രേഡിയന്റ്. നെക്സ്റ്റ് കോണ്ടൂറിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിന്റെ ബേസിസിൽ തന്നെയാണ് ഞാൻ തിയറി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അവൻ തിയറി നന്നായിട്ട് പഠിച്ചതിന് ശേഷമേ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് നോക്കാൻ വരാവൂ. കാരണം അതിന്റെ ബേസിസിൽ തന്നെയാണ് തിയറി ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് കണ്ടുപോകാന്നേ ഉള്ളൂ. ഞാൻ ഓൾറെഡി തിയറി പോർഷൻസിനകത്ത് ഇതിന്റെ എല്ലാ ഡെഫിനിഷൻസും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The line joining the points having same elevation above the datum surface. Datum surfaceന് മുകളിലുള്ള ഒരേ എലിവേഷൻ ഉള്ള പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ്. ആൻസർ എന്താണ്? കോണ്ടൂർ ലൈൻ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി. The contour interval depends upon. കോണ്ടൂർ ഇന്റർവൽ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആദ്യം കോണ്ടൂർ ഇന്റർവൽ എന്തായിരുന്നു? കോണ്ടൂർ രണ്ട് അടുത്തടുത്തുള്ള കോണ്ടൂർ ലൈൻസുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു? നേച്ചർ ഓഫ് ഗ്രൗണ്ട്, പർപ്പസ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് സർവേ, സ്കെയിൽ ഓഫ് മാപ്പ്, ആൻഡ് ദെൻ ടൈം ആൻഡ് എക്സ്പെൻസ് ഓഫ് ഫീൽഡ് ആൻഡ് ഓഫീസ് വർക്ക്. സോ അപ്പൊ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, ഓൾ ദ എബവ്. ആൻസർ ഓപ്ഷൻ ഡി. The several contour coincide, it indicates. കോണ്ടൂറുകൾ തമ്മിൽ ഈ കോയിൻസൈഡ് ചെയ്ത് യൂണിറ്റി ആയിട്ട് പോവുകയാണെങ്കിൽ ആ ടൈപ്പിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ ക്ലിഫ് ആയിട്ടാണ്. വെർട്ടിക്കൽ ക്ലിഫ് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി. കോണ്ടൂർ ലൈൻസ് ക്രോസ് റിഡ്ജ് ഓർ വാലി ലൈൻസ് അറ്റ്. കോണ്ടൂർ ലൈൻസുകൾ റിഡ്ജിനെയോ അല്ലെങ്കിൽ വാലി ലൈൻസിനെയോ ക്രോസ് ചെയ്യുന്നതിന്റെ ആംഗിൾ എത്രയാണ്? ആൻസർ എന്താണ്? 90 ഡിഗ്രി. അതിനകത്ത് കോണ്ടൂർ ലൈൻസുകൾ റിഡ്ജ് അല്ലെങ്കിൽ വാലി ലൈൻസിനെ റൈറ്റ് ആംഗിൾ ആയിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ബി, 90 ഡിഗ്രി. In route surveys, the most suitable method of contouring is. First of all, method of contouring നെ രണ്ടായിട്ട് തിരിച്ചിരുന്നു. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡിനകത്താണ് നമ്മൾ റൂട്ട് സർവേയിൽ സൂട്ടഡ് ആയിട്ട് ഒരു മെത്തേഡ് പഠിച്ചത്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി, ബൈ ക്രോസ് സെക്ഷൻ. റെയിൽവേസ്, ഹൈവേസ് അവിടെയൊക്കെ സൂട്ടഡ് ആയിട്ട് നമ്മൾ സാധാരണ സർവേ ചെയ്യാൻ വേണ്ടി കോണ്ടൂറിങ് ചെയ്യാൻ എടുക്കുന്ന മെത്തേഡാണ് ബൈ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി. For hilly region, the ideal method of contouring is. കഴിഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, റേഡിയൽ ലൈൻ മെത്തേഡ്. ഹില്ലി റീജിയൻസിന് ഐഡിയൽ മെത്തേഡ് ഓഫ് കോണ്ടൂറിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, റേഡിയൽ ലൈൻ മെത്തേഡ്. Indirect method of contouring, the best method of interpolation of contour is. കോണ്ടൂറിന്റെ ഇന്റർപൊളേഷൻ എന്താണ്? നമ്മൾ സ്പേസിങ് ചെയ്യുക. കോണ്ടൂറുകളെ സ്പേസ് ചെയ്യുന്നതിനെ അതിന്റെ മെത്തേഡാണ് ഇന്റർപൊളേഷൻ, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് ഇന്റർപൊളേഷൻ എന്ന് പറഞ്ഞത്. സാധാരണ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടൂറിങ്ങിലാണ് സാധാരണ അത് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇന്റർപൊളേഷൻ മെത്തേഡ് കുറച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ്? എസ്റ്റിമേഷന്, ഗ്രാഫിക്കല്, അരിത്തമാറ്റിക് കാൽക്കുലേഷന്. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ആക്യുറേറ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബൈ അരിത്തമാറ്റിക് കാൽക്കുലേഷൻ. ഓക്കെ, അപ്പൊ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഇന്റർപൊളേഷൻ ഓഫ് കോണ്ടൂർ ആണ് ബൈ അരിത്തമാറ്റിക് കാൽക്കുലേഷൻ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്പേസിംഗ് ഓഫ് ക്രോസ് സെക്ഷൻ ഇൻ ഹില്ലി കൺട്രി ഈസ് യൂഷ്വലി. നമ്മൾ ക്രോസ് സെക്ഷനുകൾ കൊടുക്കുന്ന സ്പേസിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് രണ്ടായിട്ടുണ്ട്. ഒന്ന് ഹില്ലി കൺട്രീസിനും കൊടുക്കുന്ന ഒരു ക്രോസ് സെക്ഷൻ സ്പേസിംഗ് ഉണ്ട്, അതേപോലെ പ്ലെയിൻ ഏരിയാസിലുണ്ട്. പ്ലെയിൻ ഏരിയാസിൽ 30 മീറ്റർ ആണ്, ഹില്ലി കൺട്രീസിൽ 20 മീറ്ററുമാണ്. അത് രണ്ടും ഓർത്തിരിക്കണം, രണ്ടും ചോദിക്കാം. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഹില്ലി കൺട്രീസിന് സ്പേസിംഗ് ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി, 20 മീറ്റർ. A plane surface on a contour map is indicated by.
പ്ലെയിൻ സർഫസിനൊരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞിരുന്നു. പ്ലെയിൻ സർഫസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി വരും. സീരീസ് ഓഫ് സ്ട്രെയിറ്റ് പാരലൽ ആൻഡ് ഈക്വൽ സ്പേസ്ഡ് കോണ്ടൂറുകൾ ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? പ്ലെയിൻ സർഫസ് ആണെന്നാണ്. സോ എന്താണ് പ്ലെയിൻ സർഫസ് എന്ന? സീരീസ് ഓഫ് സ്ട്രെയിറ്റ് പാരലൽ ആൻഡ് ഈക്വൽ സ്പേസ്ഡ് കോണ്ടൂർ വിൽ ഇൻഡിക്കേറ്റഡ് ആസ് പ്ലെയിൻ സർഫസ്. ഇപ്പൊ കോണ്ടൂർ ലൈൻസുകൾ എന്ന് പറയുന്നത് ഫാർ അപ്പാർട്ട് ആണെങ്കിലോ അതിന്റെ അർത്ഥം എന്താണ്? അത് ജെന്റിൽ സ്ലോപ്പ് ആണെന്നാണ് അർത്ഥം. ഇനി ക്ലോസ് ടുഗദർ ആണെങ്കിലോ അത് സ്റ്റീപ്പ് സ്ലോപ്പ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്ലെയിൻ സർഫസ് ഓഫ് കോണ്ടൂർ മാപ്പ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ സീരീസ് ഓഫ് സ്ട്രെയിറ്റ് പാരലൽ ആൻഡ് ഈക്വൽ സ്പേസ്ഡ് കോണ്ടൂർ. ആൻസർ ഓപ്ഷൻ ബി. സോ ഇത്രയാണ് കോണ്ടൂറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി പോർഷൻസും പ്ലസ് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.